ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മളെ ഹീറോണ്ട സൂപ്പർ സ്പ്ലെൻഡർ വണ്ടി. അതിൻ്റെ എഞ്ചിൻ വർക്ക്, അതായത് ഓയിൽ തീർന്ന് പിസ്റ്റൺ പിടിച്ചേർന്നു. അപ്പോൾ അതിൻ്റെ ഫുൾ എഞ്ചിൻ വർക്കായിട്ടാണ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ചെയ്യുന്ന മാറ്റുന്ന പാർട്സുകളുടെയൊക്കെ ഒരു ഡീറ്റെയിൽസ് നമ്മളുടെ വണ്ടി സെറ്റിങ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ചെയ്തേക്കണ വർക്ക് എന്ന് പറയുമ്പോൾ ഒന്ന് നമുക്ക് ഈ ക്രാങ്ക് ഷാഫ്റ്റ് അതിൻ്റെ സൈഡിലത്തെ ബെയറിങ്ങുകളടക്കം നമ്മൾ മാറ്റി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ലെയ്ത്തിൽ കൊടുത്ത് സെറ്റ് ചെയ്തേക്കണം കേട്ടോ. കാരണം അത് 1 ഇയർ വാറണ്ടി ഉണ്ട്. ആ വാറണ്ടിക്ക് വേണ്ടിയിട്ടുള്ള ആ ഡേറ്റ് അടക്കം ഇതിനകത്ത് പഞ്ച് ചെയ്തിട്ടുണ്ട്. 18 ഡേറ്റിനകത്ത് പഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഹെഡിൻ്റെ വാൽവ്, അതിൻ്റെ ഗൈഡ് കാര്യങ്ങളൊക്കെ മാറ്റി റീസെറ്റാക്കി വന്നത്. പിന്നെ നമുക്ക് ബാക്കിയത്തെ പാർട്സുകൾ നമുക്ക് ചെയ്യാം. ഇതിൻ്റെ വാൽവൊക്കെ പുതിയതുണ്ടോ, വാൽവ് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഗൈഡും മാറ്റി റീസെറ്റ് ചെയ്യണം. ഗൈഡ് എന്ന് പറയുന്ന യൂണിറ്റ് ഈ വാൽവ് ഇറങ്ങി വന്ന പീസ് കേട്ടോ. അപ്പോൾ അത് മാറ്റി നമ്മൾ റീസെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങൾ, നമുക്കിത് അഴിക്കുന്ന സമയത്ത് ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങൾ, ഈ ബെയറിങ്ങൊക്കെ പുതിയതടിച്ചതാണ്. ഈ ക്രാങ്കിൻ്റെ സൈഡിൽ വന്ന നീഡിൽ ബെയറിങ്ങാണ് അത് പുതിയത്. ഗിയർ ബോക്സിൻ്റെ എല്ലാ ബെയറിങ്ങും നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ സിലിണ്ടർ കിറ്റ് റീപ്ലേസ് ചെയ്യണം. 2900 വന്നുണ്ട് നമുക്ക് സിലിണ്ടർ കിറ്റ് മാത്രം. പിന്നെ അതിൻ്റെ ടൈമിങ് ചെയിൻ കിറ്റായിട്ട് വന്നുണ്ട്. ഗിയർ വീലുകൾ നമുക്ക് 4 ഗിയർ വീൽ, അതായത് 3rd ഗിയറിൻ്റെ 2 വീലും 4th ഗിയറിൻ്റെ 2 വീലും, അതായത് കൗണ്ടർ ഷാഫ്റ്റും മെയിൻ ഷാഫ്റ്റും അടക്കമുള്ള ഈ 2 വീലുകൾ നമുക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഓൾറെഡി നമുക്ക് ഓടിച്ച് നോക്കാൻ പറ്റിയിട്ടില്ല. തന്നെയല്ല നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ വീലുകൾക്ക് നല്ല രീതിയിൽ തേമാനമുണ്ട്. അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് അതിൻ്റെ ഒരു മൂളിച്ച സൗണ്ടോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് പിന്നീട് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം വീണ്ടും നമ്മളത് അഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ അതില്ലാതിരിക്കാനാണ് തന്നെല്ലാം നല്ല രീതിയിൽ തേമാനം വന്നേക്കണോണ്ട് പിന്നെ നമ്മൾ അതും കൂടി മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ക്ലച്ച് ഡിസ്കിൻ്റെ പ്ലേറ്റ്, അതിൻ്റെ ആ അലുമിനിയം വീലുകൾ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നല്ല രീതിയിൽ തേമാനം വന്നു പോയേക്കണം നമുക്ക് അതിൻ്റെ. അപ്പോൾ അതടക്കം നമ്മൾ ഫുള്ളായിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ സെറ്റ് ചെയ്യണതിൻ്റെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ചെയ്യേണ്ട സർവീസിൻ്റെ ഡീറ്റെയിൽസുകളുണ്ട്. അപ്പോൾ അത് അതടക്കം നമുക്ക് അതിനകത്ത് ചെയ്യും. ഡീറ്റെയിൽസ് ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഇട്ടേക്കാം കേട്ടോ.